സിനിമയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന വിവാദങ്ങൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായി ആടുജീവിതം കഥയിലെ ജീവിക്കുന്ന കഥാപാത്രം നജീബ്. തന്നോട് ബെന്യാമിനും ബ്ലസ്സിയും എന്തോ ക്രൂരത കാട്ടിയെന്ന തരത്തിലാണ് പലരുടെയും പ്രതികരണം. താൻ അങ്ങനെയൊരു പരാതി എവിടെയും ഉന്നയിച്ചിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല അനുഭവങ്ങളല്ലാതെ മറിച്ചൊന്നും ഉണ്ടായിട്ടില്ല. തന്റെ പേരിൽ ആരും അവരെ അപമാനിക്കരുത്. ബെന്യാമിനുമായി വലിയ ഹൃദയബന്ധമാണുള്ളത്. 2008 നോവൽ പുറത്തിറങ്ങുന്നത്. അന്നു മുതൽ ഇന്നുവരെ തനിക്ക് അർഹിക്കുന്നതിനപ്പുറം പരിഗണന ലഭിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്ത് തന്നെ കൂട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം വേദികളിൽ പോയിരുന്നത്. തന്റെ ജീവിതാനുഭവം തന്നെയാണ് മുഖ്യമായും ആടുജീവിതം കഥ എന്നതുകൊണ്ടാണ് ആ പരിഗണന ലഭിച്ചത്. ബഹ്റൈനിൽ ആക്രിപ്പണി ചെയ്തിരുന്ന താൻ പ്രവാസ ലോകത്ത് പ്രശസ്തനായതും ലോക കേരള സഭയിൽ പ്രവാസികളുടെ പ്രതിനിധിയായതും ബെന്യാമിൻ കാരണമാണ്. സിനിമയായപ്പോഴും പഴയ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് അധിക പേരും സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത്. അവരോടെല്ലാം നന്ദിയുണ്ട്. നടൻ പൃഥ്വിരാജ് വീട്ടിൽ വരുമെന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഒരാഴ്ച മുൻപ് അറിയിച്ചിരുന്നു. ബ്ലസ്സിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നല്ല മനുഷ്യനാണ് അദ്ദേഹം. തനിക്ക് കേരളത്തിൽ നിരവധി സ്ഥലത്ത് ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും നിരസിക്കുകയായിരുന്നു. ബഹ്റൈനിൽ 20 വർഷം ജോലി ചെയ്തതും മകന് ലുലുവിൽ ജോലി ലഭിച്ചതും അറിയപ്പെടുന്നയാളായി തീർന്നതുമെല്ലാം ഈ കഥയും ബെന്യാമിനും കാരണമാണ്. ഒന്നും തന്നില്ലെങ്കിൽ പോലും താൻ അവരെ വെറുക്കില്ലെന്നും നജീബ് കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ.